നമസ്കാരം. സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരനിൽ വ്യാജമദ്യം കഴിച്ച് മരിച്ചവരുടെ എണ്ണം 5 എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വ്യാഴാഴ്ച ഒരാളും വെള്ളിയാഴ്ച 4 പേരുമാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോട്ടിഹാരിയിലെ തുർക്കൌൽ, രഘുനാഥ്പൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയതെന്നാണ് ഈസ്റ്റ് ചമ്പാരൻ ജില്ലാ മജിസ്ട്രേറ്റ് സൗരവ് ജോർവാൾ അറിയിച്ചത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊലപാതകത്തിന് കേസെടുത്തത്. നിലവിൽ 5 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 7 പേർ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകൂ എന്നാണ് മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയത്. വീഴ്ച വരുത്തിയ തുർക്കൌലിയ പോലീസ് സ്റ്റേഷൻ SHOയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായി പോലീസ് സൂപ്രണ്ട് സ്വർണ പ്രഭാത് അറിയിച്ചു. രഘുനാഥ്പൂർ മേഖലയിൽ വെച്ചാണ് ആദ്യം മദ്യം ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മദ്യവിതരണക്കാരനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇയാളെ ഉടൻ പിടികൂടുമെന്നും SP വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസും മദ്യവിരുദ്ധ ടാസ്ക് ഫോഴ്സും സംയുക്തമായി പർസൌനി, അതോടൊപ്പം തന്നെ മുഷാരി ടോള, തുർക്കൌലിയ എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത്. ഇതിനു പുറമെ ഉന്നതതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. 2016 ഏപ്രിൽ മുതൽ മദ്യവിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായി നിരോധിച്ച സംസ്ഥാനമാണ് ബീഹാർ. ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരും ശക്തമായിരിക്കുകയാണ്. നിരോധന നിയമത്തിലെ ഗുരുതര വീഴ്ചയും അത് നടപ്പാക്കുന്നതിൽ NDA സർക്കാരിനുണ്ടായ പരാജയവുമാണ് സംഭവം തുറന്നു കാട്ടുന്നതെന്ന് RJD ദേശീയ വർക്കിംഗ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ബീഹാറിൽ ഇത്തരം സംഭവങ്ങൾ ആദ്യമല്ലെന്നും മദ്യനിരോധനം വന്ന ശേഷം വ്യാജ മദ്യം കഴിച്ച് 1300-ൽ അധികം പേർ മരിച്ചുവെന്നാണ് ലഭ്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾക്ക് പുറമെ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലാണെന്നും നിരവധി പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായും തേജസ്വി യാദവ് Xൽ കുറിച്ചിട്ടുണ്ട്. നിരോധന നിയമം BJP JDU സഖ്യത്തിലെ ചില നേതാക്കൾക്കും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കും മദ്യമാഫിയകൾക്കും ലാഭകരമായ സംരംഭമായി മാറിയെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പോലീസിന്റെ ഒത്താശയോടെയാണ് വ്യാജമദ്യം നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാനത്ത് നിരോധന നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതായി കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചിയും വിമർശിച്ചു. ജൻ സ്വരാജ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് മനോജ് ഭാരതി തുർക്കൌലിയ ഗ്രാമം സന്ദർശിക്കുകയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും ചികിത്സയിലുള്ളവരെയും കാണുകയും ചെയ്തു. ദുരന്തത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്നും 2023-ൽ മോട്ടിഹാരിയിൽ 44 പേർ വ്യാജമദ്യം കഴിച്ച് മരിച്ചിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തായാലും ഈ വ്യാജമദ്യം എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നടക്കമുള്ള ഒരു വിശദമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിരിക്കുന്നത്.